ഒരിക്കൽ കാട്ടിൽ വെച്ച് ആചാര്യ ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, ഹേ ചന്ദ്രഗുപ്ത, ഇന്ന് ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന വിദ്യ വളരെ രഹസ്യമായ ഒന്നാണ്. എന്റെ പ്രിയ ശിഷ്യനായ ചന്ദ്രഗുപ്ത, ശ്രദ്ധിച്ചു കേൾക്കുക. ജീവിതത്തിന്റെ യഥാർത്ഥ ശക്തിയായ ആ രഹസ്യമാണ് ഞാൻ ഇന്ന് നിനക്ക് വെളിപ്പെടുത്താൻ പോകുന്നത്. ഈ വിദ്യ രഹസ്യമായിരിക്കാൻ കാരണം എല്ലാ മനുഷ്യർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ്. ഈ വിദ്യ മനുഷ്യന്റെ ജീവന്റെ പൊരുളായ ഒരു ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് അവന്റെ ഊർജം, അതാണ് അവന്റെ ഓജസ്, അതാണ് അവന്റെ ബലം. ഏതൊരു യോദ്ധാവിന്റെയും രാജാവിന്റെയും മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി അതാണ്. നിനക്കറിയാമോ, അറിഞ്ഞോ അറിയാതെയോ തന്റെ വീര്യം പാഴാക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിലെ മുഴുവൻ ഊർജ്ജത്തെയും വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഈ ഊർജ്ജം ഒരു സാധാരണ കാര്യമല്ല. അതവന്റെ ഓജസ്സാണ്, അവന്റെ ബലം, അവന്റെ തേജസ്, അവന്റെ ജീവശക്തി. ഈ വീര്യം നഷ്ടപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവന്റെ എല്ലുകൾ ദുർബലമാകുന്നു. കാരണം ശുക്ലം അഥവാ ധാതുമജ്ജയിൽ നിന്നും അസ്ഥിയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ശരീരത്തിൽ യാതൊരു ബലവും അവശേഷിക്കുന്നില്ല, യാതൊരു ശക്തിയും ഇല്ലാതാകുന്നു. മുഖം വാടിയ പൂവ് പോലെയാകുന്നു. ഒരു ആവേശവുമില്ല, യാതൊരു ഉത്സാഹവുമില്ല, ആത്മവിശ്വാസവുമില്ല. ദിവസം മുഴുവൻ ക്ഷീണിച്ചും തോറ്റും മടിയനായും രോഗിയെപ്പോലെയും അവൻ കഴിയുന്നു. അവനൊരിക്കലും ജീവിതത്തിൽ ഒരു സിംഹത്തെപ്പോലെ ആകാനോ മുന്നേറാനോ കഴിയില്ല. കാരണം ശരീരത്തിൽ കരുത്തവശേഷിക്കുന്നില്ല. വിജയവും ധീരതയും ബുദ്ധിയും എല്ലാം വാടിപ്പോകുന്നു. വീര്യത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്നാൽ അത് ഈ ലോകസൃഷ്ടിയുടെ അടിസ്ഥാന ഘടകമാണ്. നാം എല്ലാവരും ഈ ശക്തിയിൽ നിന്നാണ് ജനിച്ചത്. ഇത് ജീവന്റെ വിത്താണ്. അത് ശാരീരികമായി നമുക്ക് ജന്മം നൽകുക മാത്രമല്ല, ആത്മീയവും മാനസികവുമായ തലത്തിൽ അനന്തമായ ഊർജ്ജത്തിന്റെ ഉറവിടം കൂടിയാണ്. മഹാന്മാരായ ഋഷിമാരും മഹാത്മാക്കളും സന്യാസിമാരും അതുകൊണ്ടാണ് ഇത് വെറുതെ പാഴാക്കാത്തത്. ഈ ശക്തിയാണ് പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനമെന്നും സംയമനത്തോടെ ഇതിനെ സംരക്ഷിക്കുന്നതിലൂടെ ഒരു വ്യക്തി ബ്രഹ്മത്തിലേക്ക് അടുക്കുന്നുവെന്നും അവർക്കറിയാം. ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കാം. ആയുർവേദ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി വീര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് എന്തുകൊണ്ട് സംരക്ഷിക്കണമെന്നും അത് പാഴാക്കുന്നതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ടാകുമെന്നും ഞാൻ നിനക്ക് വിശദമായി പറഞ്ഞുതരാം. നമസ്കാരം സുഹൃത്തുക്കളെ, ഡേ ഇൻസ്പയർഡ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ആചാര്യ ചാണക്യന്റെ നയങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആഴമേറിയ ചിന്തകളും പുരാതന കാലത്തെ അറിവുകളും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ദിവസവും രാവിലെ എത്ര മണിക്കാണ് ഉണരുന്നത് എന്ന് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ യാതൊരു കാലതാമസവുമില്ലാതെ അറിവ് നിറഞ്ഞ ഈ കഥയിലേക്ക് നമുക്ക് കടക്കാം. ചന്ദ്രഗുപ്തൻ ശ്രദ്ധയോടെ തലകുനിച്ചു പറഞ്ഞു, ഗുരുദേവ, ഈ അറിവ് സ്വീകരിക്കാൻ ഞാൻ പൂർണ്ണമായും തയ്യാറാണ്. മനുഷ്യജീവിതത്തിന്റെ സാരമെന്ന് പറയപ്പെടുന്ന ആ വിദ്യ ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ ആചാര്യ ചാണക്യൻ പതുക്കെ എന്നാൽ ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു, സ്വന്തം വീര്യം, അതായത് തന്റെ അടിസ്ഥാന ജീവോർജ്ജത്തെ സംരക്ഷിക്കുന്ന വിദ്യയാണത്. കാരണം ഈ ശക്തി കൊണ്ടാണ് മനുഷ്യന്റെ ശരീരം പുഷ്ടിപ്പെടുന്നത്. അവന്റെ ബുദ്ധി കൂർമ്മതയുള്ളതാകുന്നു, അവന്റെ എല്ലുകൾക്ക് ഉറപ്പ് ലഭിക്കുന്നു, അവന്റെ മനസ്സ് ശാന്തമാകുന്നു. കൂടാതെ ആളുകൾ അവന്റെ മുന്നിൽ സ്വയം തലകുനിക്കുന്ന തരത്തിൽ അവന്റെ വ്യക്തിത്വം അത്രമാത്രം ആകർഷകമായി മാറുകയും ചെയ്യുന്നു. ആചാര്യൻ തുടർന്ന് വിശദീകരിച്ചു, ആയുർവേദത്തിലും പുരാതന ഭാരതീയ വിജ്ഞാന പാരമ്പര്യത്തിലും വീര്യത്തെ ഒരു ശാരീരിക ഘടകം മാത്രമായി കണക്കാക്കുന്നില്ല, മറിച്ച് മനുഷ്യന്റെ മുഴുവൻ അസ്തിത്വത്തിന്റെയും സാരമായാണ് അതിനെ കണക്കാക്കുന്നത്. കാരണം ശരീരത്തിലുണ്ടാകുന്ന ആ 7 ധാതുക്കളുടെ അവസാനത്തേതും ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ടതുമായ രൂപമാണിത്. ഇത് ഭക്ഷണത്തിന്റെ രസത്തിൽ നിന്ന് ആരംഭിച്ച് ക്രമേണ രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ എന്നിവയിലൂടെ കടന്ന് ഒടുവിൽ വീര്യമായി മാറുന്നു. ഇക്കാരണത്താലാണ് ഇതിനെ ശരീരത്തിലെ ഏറ്റവും വിലപ്പെട്ടതും ശക്തവുമായ ഊർജ്ജമായി കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് പുരാതന ഋഷിമാർ പറഞ്ഞിരിക്കുന്നത്, വീര്യം ബലം ജീവനസ്യ മൂലം വീര്യ തേജ പ്രതിഷ്ഠിതം വീര്യരക്ഷിതോ നരഹ സദാ ഭവതി ധൈര്യസമന്വിതഃ എന്ന്. അതായത് മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ബലം വീര്യം തന്നെയാണ്. അതിൽ തന്നെയാണ് അവന്റെ തേജസ്സും ധൈര്യവും കുടികൊള്ളുന്നത്. ഈ ശക്തിയെ സംരക്ഷിക്കുന്നവൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ഥിരതയുള്ളവനും വിജയിയുമായി മാറുന്നു. ചാണക്യൻ പറഞ്ഞു, ഒന്നാമത്തെ നിയമം മനസ്സിലാക്കുക, മനുഷ്യശരീരത്തിന്റെ യഥാർത്ഥ ശക്തി അവന്റെ ജീവോർജ്ജമാണ്. തുടർന്ന് ആചാര്യനൊരു ശ്ലോകം ചൊല്ലി, വീര്യം ബലം ജീവനസ്യ മൂലം വീര്യ തേജ പ്രതിഷ്ഠിതം വീര്യരക്ഷിതോ നരഹ സദാ ഭവതി ധൈര്യസമന്വിതഃ. ആ ശ്ലോകം വിശദീകരിച്ചുകൊണ്ട് ആചാര്യൻ പറഞ്ഞു, ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ബലം അവന്റെ ജീവോർജ്ജമാണ് എന്നാണ്. അതിൽ നിന്നാണ് അവന്റെ തേജസ്സുണ്ടാകുന്നത്. ഈ ശക്തിയെ സംരക്ഷിക്കുന്നവൻ എപ്പോഴും ധൈര്യവാനും ശക്തനുമായി മാറുന്നു. ചന്ദ്രഗുപ്ത, ഈ കാര്യം ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, മറിച്ച് ആയുർവേദത്തിലെ മഹത്തായ ഗ്രന്ഥങ്ങളിലും ഈ സത്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം ആചാര്യൻ ആയുർവേദത്തിന്റെ തത്വങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ആയുർവേദമനുസരിച്ച് മനുഷ്യശരീരം 7 ധാതുക്കളാൽ നിർമ്മിതമാണ്. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ഒടുവിൽ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട അവസാന ധാതു. പുരാതന ആചാര്യന്മാർ ഇതിനെ ജീവന്റെ അടിസ്ഥാന ശക്തി എന്ന് വിളിച്ചു. ആചാര്യൻ വിശദീകരിച്ചു, മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഉടനടി ശക്തിയായി മാറുന്നില്ല,
മറിച്ച് ശരീരത്തിനുള്ളിൽ പതുക്കെ നീണ്ട ഒരു പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു. ആദ്യം അത് രസമായി മാറുന്നു, പിന്നീട് അത് രക്തമായി മാറുന്നു, അതിൽ നിന്നും മാംസമുണ്ടാകുന്നു, പിന്നീട് മേധസ്, അസ്ഥി, മജ്ജ, ഒടുവിൽ വളരെ നീണ്ട കാലയളവിനു ശേഷം ജീവോർജ്ജത്തിന്റെ ഉറവിടം എന്ന് വിളിക്കപ്പെടുന്ന അവസാന സാരമായി അത് മാറുന്നു. ആചാര്യ ചാണക്യൻ ചന്ദ്രഗുപ്തന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അതുകൊണ്ടാണ് ശരീരത്തിന്റെ അവസാന ധാതുവിനെ വെറുതെ പാഴാക്കരുത് എന്ന് പുരാതന കാലത്തെ വൈദ്യന്മാർ പറഞ്ഞിരുന്നത്. കാരണം ഇത് ശരീരത്തിലെ മുഴുവൻ ഊർജ്ജത്തിന്റെയും സാരമാണ്. ഒരു മരത്തിന് ഫലം നൽകാൻ വർഷങ്ങളെടുക്കുന്നതുപോലെ ഈ അവസാനത്തെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് ഏറെ സമയവും ശക്തിയും ആവശ്യമാണ്. ചന്ദ്രഗുപ്തൻ അതിശയത്തോടെ ചോദിച്ചു, ഗുരുദേവ, ചില ആളുകളുടെ മുഖത്ത് വ്യത്യസ്തമായ ഒരു തേജസ് കാണാൻ സാധിക്കുന്നത് ഇതുകൊണ്ടാണോ? ആചാര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ ചന്ദ്രഗുപ്ത, അതുതന്നെയാണ് കാരണം. ഈ ശക്തി ശരീരത്തിൽ സന്തുലിതമായിരിക്കുമ്പോൾ അതിൽ നിന്ന് ഓജസ് ഉണ്ടാകുന്നു. ആയുർവേദത്തിൽ ഓജസ്സിനെ ശരീരത്തിലെ ഏറ്റവും വലിയ ശക്തിയായാണ് കണക്കാക്കുന്നത്. ഈ ഓജസ്സാണ് മനുഷ്യന്റെ മുഖത്ത് തിളക്കമായി മാറുന്നത്. അവന്റെ കണ്ണുകളിൽ തേജസ്സായി പ്രകടമാകുന്നതും അവന്റെ വാക്കുകളിൽ സ്വാധീനമായി കേൾക്കുന്നതും ഇതേ ഓജസ് തന്നെയാണ്. ഉള്ളിൽ ഓജസ് ശക്തമായിട്ടുള്ള ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും ശക്തമായിരിക്കും. തുടർന്ന് ആചാര്യൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കി, ചില ആളുകൾ സാധാരണക്കാരാണെങ്കിലും അവർ മറ്റുള്ളവരെ ആകർഷിക്കുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവർ സംസാരിക്കുമ്പോൾ ആളുകൾ അത് ശ്രദ്ധയോടെ കേൾക്കുന്നു. അവർ നടന്നുപോകുമ്പോൾ ആളുകളുടെ ശ്രദ്ധ അവരിലേക്ക് പോകുന്നു. ഇതിന് കാരണം അവരുടെ ബാഹ്യരൂപം മാത്രമല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ ഓജസ് എന്ന് വിളിക്കപ്പെടുന്ന ആ അദൃശ്യ ശക്തിയാണ്. തുടർന്ന് ആചാര്യൻ പതുക്കെ തന്റെ വാക്കുകൾ കുറച്ചുകൂടി ആഴത്തിൽ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ആയുർവേദപ്രകാരം ഈ ശക്തി സന്തുലിതമായിരിക്കുമ്പോൾ ശരീരം ശക്തമായിരിക്കുന്നു, എല്ലുകൾ ദൃഢമായിരിക്കും, മനസ്സ് ശാന്തമായിരിക്കും, ബുദ്ധി കൂർമ്മതയുള്ളതായിരിക്കും. അത്തരമൊരു വ്യക്തിക്ക് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് സംയമനത്തോടെ ജീവിക്കുകയും സാത്വികമായ ഭക്ഷണം കഴിക്കുകയും നല്ല ചിന്തകളിൽ മനസ്സിനെ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ശക്തിയെ സുരക്ഷിതമായി നിലനിർത്താൻ കഴിയൂ എന്ന് പുരാതന ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ആചാര്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, ചന്ദ്രഗുപ്ത, ഈ ലോകം ഒരു കൃഷിയിടം പോലെയാണ്. ഒരു കർഷകൻ തന്റെ പാടം പരിപാലിക്കുകയും നനയ്ക്കുകയും സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്താൽ ആ പാടം അവന് സമൃദ്ധമായി ധാന്യം നൽകുന്നു. എന്നാൽ അവൻ അതിനെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ആ പാടം തരിശായി മാറുന്നു. മനുഷ്യന്റെ ശരീരവും ഇതുപോലെ തന്നെയാണ്. അവൻ തന്റെ ജീവോർജ്ജത്തെ സംരക്ഷിച്ചു നിർത്തിയാൽ ആ ഊർജ്ജം അവന് ശക്തിയും ബുദ്ധിയും തേജസ്സും നൽകുന്നു. തുടർന്ന് ആചാര്യൻ ഗൗരവത്തോടെ പറഞ്ഞു, എന്നാൽ മനുഷ്യൻ ഈ ശക്തിയെ മനസ്സിലാക്കാതെ വെറുതെ നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ പതിയെ പതിയെ അവന്റെ ശരീരത്തിൽ ദുർബലത അനുഭവപ്പെടാൻ തുടങ്ങും. അവന്റെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കും, അവന്റെ മനസ്സ് അസ്ഥിരമാകും, കൂടാതെ അവന്റെ കണ്ണുകളുടെ തിളക്കവും കുറയാൻ തുടങ്ങും. എണ്ണയില്ലാത്ത ഒരു വിളക്ക് പതുക്കെ അണഞ്ഞുപോകുന്നതുപോലെ മനുഷ്യനും തന്റെ അടിസ്ഥാന ശക്തിയില്ലാതെ ദുർബലനാകാൻ തുടങ്ങുന്നു. ഇതെല്ലാം കേട്ട് ചന്ദ്രഗുപ്തൻ ഗൗരവത്തോടെ പറഞ്ഞു, ഗുരുദേവ, മനുഷ്യന്റെ യഥാർത്ഥ ശക്തി അവന്റെ കൈകളിൽ മാത്രമല്ല, മറിച്ച് അവന്റെ സംയമനത്തിലും അച്ചടക്കത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ആചാര്യ ചാണക്യൻ സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, നീ മനസ്സിലാക്കിയത് ശരിയാണ് ചന്ദ്രഗുപ്ത. തന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുന്ന വ്യക്തിയാണ് സ്വന്തം ജീവിതത്തിന്റെ യഥാർത്ഥ യജമാനനാകുന്നത്. അതുകൊണ്ട് ആദ്യത്തെ നിയമം എപ്പോഴും ഓർക്കുക, നിന്റെ ശരീരത്തിന്റെ അടിസ്ഥാന ശക്തിയെ ബഹുമാനിക്കുക, അതിനെ മനസ്സിലാക്കി സംരക്ഷിക്കുക. കാരണം ഈ ശക്തിയാണ് ഭാവിയിൽ നിന്നെ മഹാനാക്കി മാറ്റുന്നത്. ചാണക്യൻ പറഞ്ഞു, രണ്ടാമത്തെ നിയമം മനസ്സിലാക്കുക. മനുഷ്യൻ തന്റെ ജീവോർജ്ജം തീർച്ചയായും സംരക്ഷിക്കണം. കാരണം സ്വന്തം ശക്തിയെ സംരക്ഷിക്കാത്തവൻ പതിയെ പതിയെ സ്വയം ദുർബലനാകുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ആചാര്യൻ ഒരു ശ്ലോകം ചൊല്ലി, ഇന്ദ്രിയാണാം നിയന്ത്രണം ബലസ്യ പരമം ധ്രുവം, സംയമാത് വർദ്ധതേ തേജഃ, അസംയമാത് ക്ഷയോ ധ്രുവം. ആചാര്യൻ ശ്ലോകത്തിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ശ്ലോകത്തിന്റെ ആശയം ഇതാണ്: സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന വ്യക്തിക്ക് മാത്രമേ തന്റെ ശക്തി നിലനിർത്താൻ കഴിയൂ. സംയമനം കൊണ്ട് മനുഷ്യന്റെ തേജസ് വർദ്ധിക്കുന്നു, എന്നാൽ അസംയമനം കാരണം അവന്റെ ശക്തി പതുക്കെ നശിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് മനുഷ്യൻ ആദ്യം തന്നെ തന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കണം. തുടർന്ന് ആചാര്യ ചാണക്യൻ ചന്ദ്രഗുപ്തനോട് വിശദീകരിച്ചു, ചന്ദ്രഗുപ്ത, ലോകത്ത് ഒട്ടുമിക്ക ആളുകളും ശക്തിയെ പുറത്താണ് അന്വേഷിക്കുന്നത്. പണവും പദവിയും ബാഹ്യമായ കാര്യങ്ങളുമാണ് ശക്തിയെന്ന് അവർ കരുതുന്നു. എന്നാൽ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുവൻ പുറമേ എത്ര ശക്തനാണെന്ന് തോന്നിയാലും ഉള്ളിൽ അവൻ ദുർബലനായിരിക്കും എന്നതാണ് സത്യം. ഒരു കോട്ട പുറമേ നിന്ന് എത്ര വലുതാണെങ്കിലും അതിന്റെ വാതിലുകൾ സുരക്ഷിതമല്ലെങ്കിൽ ശത്രുവിന് എളുപ്പത്തിൽ അതിൽ പ്രവേശിക്കാൻ സാധിക്കും. മനുഷ്യന്റെ മനസ്സും കൃത്യം ഇതുപോലെ തന്നെയാണ്. അവൻ തന്റെ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവന്റെ ഊർജ്ജം പതുക്കെ നശിക്കാൻ തുടങ്ങും. ചന്ദ്രഗുപ്തൻ ഇത് ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അവൻ ചോദിച്ചു, ഗുരുദേവ, സംയമനം ഇത്ര വലിയ ഒരു ഗുണമായി കണക്കാക്കപ്പെടാൻ കാരണം ഇതാണോ? ആചാര്യൻ മറുപടി നൽകി, അതെ, ഇതുതന്നെയാണ് കാരണം. സംയമനം മനുഷ്യനെ ഉള്ളിൽ നിന്ന് ശക്തനാക്കുന്നു. തന്റെ മനസ്സിനെ അച്ചടക്കത്തിൽ നിർത്തുന്നവൻ എത്ര കഠിനമായ സാഹചര്യത്തിലും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ചരിത്രത്തിൽ എത്രയെത്ര മഹാരഥന്മാരുണ്ടായിട്ടുണ്ടോ അവരിലെല്ലാം ഒരു പൊതുവായ ഗുണമുണ്ടായിരുന്നു.
അവർ തങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചിരുന്നു. തുടർന്ന് ആചാര്യൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കി, ഒരു യോദ്ധാവ് യുദ്ധക്കളത്തിൽ നിൽക്കുകയാണെന്ന് കരുതുക. അവന്റെ മനസ്സ് ഭയവും ആശയക്കുഴപ്പവും കൊണ്ട് നിറഞ്ഞാൽ അവന്റെ വാൾ പോലും അവനെ സഹായിക്കില്ല. എന്നാൽ അവന്റെ മനസ്സ് സ്ഥിരവും സംയമനമുള്ളതുമാണെങ്കിൽ അതേ വാളിന് അവനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും. അതിനാൽ യഥാർത്ഥ ശക്തി ബാഹുബലത്തിൽ മാത്രമല്ല, മനസ്സിന്റെ നിയന്ത്രണത്തിലുമാണ് കുടികൊള്ളുന്നത്. ഇതിനുശേഷം ആചാര്യൻ ഒരു കഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പണ്ടൊരിക്കൽ ഒരു നഗരത്തിൽ 2 യുവാക്കൾ താമസിച്ചിരുന്നു. രണ്ടുപേരും മിടുക്കന്മാരായിരുന്നു. ഇരുവർക്കും തുല്യമായ അവസരങ്ങളുമുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു യുവാവ് വലിയൊരു പണ്ഡിതനായി മാറി. മറ്റേയാൾ ഒരു സാധാരണ ജീവിതം നയിക്കാനും തുടങ്ങി. ആളുകൾ കാരണം തിരക്കിയപ്പോൾ ആദ്യത്തെ യുവാവ് അച്ചടക്കത്തോടെയും സംയമനത്തോടെയുമാണ് ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലായി. എന്നാൽ രണ്ടാമത്തെ യുവാവാകട്ടെ തന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഒഴുകി നടന്നു. തൽഫലമായി ആദ്യത്തെ യുവാവിന്റെ ഊർജ്ജം അറിവും വിജയവുമായി മാറി. എന്നാൽ രണ്ടാമത്തെയാളുടെ ഊർജ്ജം ക്രമേണ വെറുതെയായിപ്പോയി. തുടർന്ന് ആചാര്യൻ ഗൗരവസ്വരത്തിൽ പറഞ്ഞു, ചന്ദ്രഗുപ്ത, മനുഷ്യന്റെ മനസ്സ് ഒരു കുതിരയെപ്പോലെയാണ്. കുതിരയെ ശരിയായ ദിശയിൽ നിയന്ത്രിച്ചാൽ അതിന് വളരെ ദൂരമോടാനും സ്വന്തം യജമാനനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും സാധിക്കും. എന്നാൽ കുതിരയെ യാതൊരു നിയന്ത്രണവുമില്ലാതെ അഴിച്ചുവിട്ടാൽ അത് സ്വയം വഴിതെറ്റുകയും യജമാനനെയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യനെ ശരിയായ ദിശയിൽ മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന കടിഞ്ഞാണാണ് സംയമനം. ചന്ദ്രഗുപ്തൻ ചോദിച്ചു, ഗുരുദേവ, ഒരു വ്യക്തി സംയമനം പാലിക്കുന്നില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക? ആചാര്യ ചാണക്യൻ ശാന്തവും എന്നാൽ ഗൗരവമുള്ളതുമായ സ്വരത്തിൽ പറഞ്ഞു, മനുഷ്യന്റെ സംയമനം നഷ്ടപ്പെടുമ്പോൾ പതുക്കെ അവന്റെ ശക്തി കുറയാൻ തുടങ്ങുന്നു. അവന്റെ മനസ്സ് അസ്ഥിരമാകുന്നു. അവന്റെ ഇച്ഛാശക്തി ദുർബലമാകുകയും അവന് തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതാകുകയും ചെയ്യുന്നു. പിന്നീടവൻ ചെറിയ ചെറിയ പ്രലോഭനങ്ങളിൽ കുടുങ്ങി തന്റെ സമയവും ഊർജ്ജവും പാഴാക്കുന്നു. പതിയെ പതിയെ അവന്റെ ആത്മവിശ്വാസവും കുറയാൻ തുടങ്ങുന്നു. ശേഷം ആചാര്യൻ മറ്റൊരു ഉദാഹരണം നൽകി. നദിയിലെ വെള്ളം ഒരേ ദിശയിലേക്ക് ഒഴുകുമ്പോൾ അത് പാറകളെപ്പോലും വെട്ടിമാറ്റുന്നത് നീ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ അതേ വെള്ളം നാലുപാടും ചിതറിപ്പോയാൽ അതിന്റെ ശക്തി ഇല്ലാതാകുന്നു. മനുഷ്യന്റെ ഊർജ്ജവും ഇതുപോലെ തന്നെയാണ്. അത് സംയമനത്തോടെ ഒരേ ദിശയിലേക്ക് പ്രയോഗിച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ അത് ചിതറിപ്പോയാൽ അതിന്റെ ഫലം ഇല്ലാതാകുന്നു. ഇതിനുശേഷം ആചാര്യൻ ചന്ദ്രഗുപ്തനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓർക്കുക ചന്ദ്രഗുപ്ത, സ്വന്തം ഉള്ളിലെ ശക്തിയെ മനസ്സിലാക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ മാത്രമാണ് മഹാനായി മാറുന്നത്. തന്റെ മനസ്സിനെ അച്ചടക്കത്തിൽ നിർത്തുന്ന വ്യക്തി ലോകത്തിലെ ഒരു ബുദ്ധിമുട്ടുകൾക്കും പിടിച്ചുകുലുക്കാൻ കഴിയാത്ത വിധം ശക്തനായി മാറുന്നു. എന്നാൽ തന്റെ മനസ്സിന്റെ ദാസനായി മാറുന്ന വ്യക്തി ചെറിയ ആഗ്രഹങ്ങളുടെ അടിമയായി മാറുന്നു. ചന്ദ്രഗുപ്തൻ അങ്ങേയറ്റത്തെ ആദരവോടെ തന്റെ ഗുരുവിന്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരുദേവ, സംയമനമെന്നത് കേവലം ഒരു നിയമം മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ ശക്തിയെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു വഴി കൂടിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ചാണക്യൻ പറഞ്ഞു, മൂന്നാമത്തെ നിയമം ഇതാണ്: തന്റെ ജീവോർജ്ജം സുരക്ഷിതമായി വെക്കുന്ന വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്ന ശക്തി ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അത് അവന്റെ മുഴുവൻ വ്യക്തിത്വത്തെയും മാറ്റിമറിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ആചാര്യൻ ഒരു ശ്ലോകം ചൊല്ലി, സംയമേന വർദ്ധതേ ബുദ്ധി, സംയമേന വർദ്ധതേ ബലം, സംയമാജായതേ തേജഃ, സംയമം സർവസാധനം. തുടർന്ന് ആചാര്യൻ പതുക്കെ ആ ശ്ലോകത്തിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ശ്ലോകത്തിന്റെ ആശയം ഇതാണ്: സംയമനം കൊണ്ട് മനുഷ്യന്റെ ബുദ്ധി വർദ്ധിക്കുന്നു, സംയമനം കൊണ്ട് അവന്റെ ശക്തി വർദ്ധിക്കുന്നു, സംയമനം കൊണ്ട് അവന്റെ ഉള്ളിൽ തേജസ്സുണ്ടാകുന്നു. മനുഷ്യന് തന്റെ ജീവിതത്തിൽ എത്ര വലിയ ലക്ഷ്യവും നേടിയെടുക്കാൻ കഴിയുന്ന ഉപാധി സംയമനം മാത്രമാണ്. അതുകൊണ്ട് തന്റെ ഉള്ളിലെ ഊർജ്ജത്തെ സംരക്ഷിച്ചു നിർത്തുന്നവൻ പതുക്കെ തന്റെ വ്യക്തിത്വത്തെ അത്രമാത്രം ശക്തമാക്കി മാറ്റുന്നു. അതിന്റെ ഫലം അവന്റെ ചുറ്റുപാടും പ്രകടമാകാൻ തുടങ്ങും. ചന്ദ്രഗുപ്തൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ആചാര്യൻ തുടർന്നു, ചന്ദ്രഗുപ്ത, ചില ആളുകൾക്ക് ബാഹ്യമായ സാഹചര്യങ്ങൾ കുറവായിരിക്കും, എങ്കിലും അവരുടെ സ്വാധീനം വളരെ വലുതായിരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടാകാം. അവർ സംസാരിക്കുമ്പോൾ ആളുകൾ അത് ശ്രദ്ധയോടെ കേൾക്കുന്നു. അവർ ഏതെങ്കിലും സദസ്സിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് പോകുന്നു. ഇതിന് കാരണം അവരുടെ അറിവോ പദവിയോ മാത്രമല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ തേജസ്സാണ്. അവർ സംയമനത്തോടെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ആ ഊർജ്ജത്തിൽ നിന്നാണ് ഈ തേജസ് ഉണ്ടാകുന്നത്. തുടർന്ന് ആചാര്യൻ ഒരു ഉദാഹരണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഒരു വിളക്കിൽ ആവശ്യത്തിന് എണ്ണയുണ്ടെന്ന് കരുതുക. അപ്പോൾ ആ വിളക്ക് സ്വയം കത്തുക മാത്രമല്ല, അതിനു ചുറ്റുമുള്ള ഇരുട്ടിനെയും അകറ്റുന്നു. എന്നാൽ അതേ വിളക്കിൽ എണ്ണ കുറയുമ്പോൾ അതിന്റെ നാളവും പതുക്കെ ദുർബലമാകുന്നു. മനുഷ്യജീവിതവും കൃത്യം ഇതുപോലെ തന്നെയാണ്. അവന്റെ ഊർജ്ജം സുരക്ഷിതമായിരിക്കുമ്പോൾ അവന്റെ തേജസ് വർദ്ധിക്കുന്നു, അവന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും വാക്കുകളിൽ സ്വാധീനം വരികയും ചെയ്യുന്നു. ചന്ദ്രഗുപ്തൻ ആകാംക്ഷയോടെ ചോദിച്ചു, ഗുരുദേവ, മഹാനായ ഋഷിമാരും യോദ്ധാക്കളും ഇത്രമാത്രം സ്വാധീനമുള്ളവരായിരിക്കാൻ കാരണം ഇതാണോ? ആചാര്യൻ മറുപടി നൽകി, അതെ, അതുതന്നെയാണ് കാരണം. ചരിത്രത്തിൽ എത്രയെത്ര വലിയ വ്യക്തികളുണ്ടായിട്ടുണ്ടോ, അവർ ഋഷിമാരോ പണ്ഡിതന്മാരോ യോദ്ധാക്കളോ ആകട്ടെ, അവരിലെല്ലാം ഒരു പൊതുവായ ഗുണം കാണാൻ സാധിക്കും. അതാണ് ആത്മസംയമനം.
സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചവൻ, തന്റെ ഊർജ്ജം വെറുതെ നശിച്ചുപോകുന്നതിൽ നിന്നും സംരക്ഷിച്ചവൻ. ആ വ്യക്തി തന്റെ ഉള്ളിൽ സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന തരത്തിലുള്ള ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കുന്നു. ശേഷം ആചാര്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, ഈ ലോകത്ത് വിജയമെന്നത് കേവലം ബാഹ്യമായ സാഹചര്യങ്ങളിൽ നിന്നല്ല ലഭിക്കുന്നത്, മറിച്ച് മനുഷ്യന്റെ ഉള്ളിലെ ശക്തിയിൽ നിന്നാണ് ലഭിക്കുന്നത്. മനുഷ്യൻ തന്റെ ഊർജ്ജം സുരക്ഷിതമായി വയ്ക്കുമ്പോൾ അവന്റെ മനസ്സ് കൂടുതൽ ഏകാഗ്രമാകുന്നു, അവന്റെ ഓർമ്മശക്തി വർദ്ധിക്കുന്നു, അവന്റെ ചിന്തകൾക്ക് ആഴം കൂടുകയും അവന്റെ തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തവും ശക്തവുമായി മാറുകയും ചെയ്യുന്നു. ആചാര്യൻ തുടർന്ന് വിശദീകരിച്ചു, സംയമനത്തോടെ ജീവിക്കുന്ന ആളുകൾ തങ്ങളുടെ പ്രവർത്തികളിൽ കൂടുതൽ വിജയം നേടാൻ കാരണവും ഇതുതന്നെയാണ്. അവരുടെ മനസ്സ് വഴിതെറ്റിപ്പോകുന്നില്ല, അവരുടെ ഊർജ്ജം ചിതറിപ്പോകുന്നില്ല, മറിച്ച് ഒരേ ദിശയിലേക്ക് അത് പ്രയോഗിക്കപ്പെടുന്നു. അങ്ങനെ ഊർജ്ജം ഒരു ദിശയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അത് അസാധ്യമായതിനെപ്പോലും സാധ്യമാക്കുന്നു. ശേഷം ആചാര്യൻ മറ്റൊരു ഉദാഹരണം കൂടി നൽകി. നീ നദിയെ കണ്ടിട്ടുണ്ടോ? ചന്ദ്രഗുപ്ത, നദിയിലെ വെള്ളം ഒരേ ദിശയിലേക്ക് ഒഴുകുമ്പോൾ അത് വലിയ പാറകളെപ്പോലും വെട്ടിമാറ്റി തനിക്കുള്ള വഴി ഉണ്ടാക്കിയെടുക്കുന്നു. എന്നാൽ അതേ വെള്ളം നാലുപാടും ചിതറിപ്പോയാൽ അതിന്റെ ശക്തിയില്ലാതാകുന്നു. മനുഷ്യന്റെ ഊർജ്ജവും ഇതുപോലെ തന്നെയാണ്. അത് സംയമനത്തോടെ ഒരേ ദിശയിലേക്ക് പ്രയോഗിച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ചന്ദ്രഗുപ്തൻ ഗൗരവത്തോടെ പറഞ്ഞു, ഗുരുദേവ, സംയമനം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ബുദ്ധിക്കും അത്യാവശ്യമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. 4ാമത്തെ നിയമം ഇതാണ്: മനസ്സിലാക്കാതെ തന്റെ ജീവോർജ്ജം നശിപ്പിക്കുന്ന വ്യക്തി പതിയെ പതിയെ തന്റെ ജീവിതത്തിന്റെ ശക്തി തന്നെ ഇല്ലാതാക്കുന്നു. അവസാനം ആ വ്യക്തി തന്റെ യഥാർത്ഥ കഴിവിലും വളരെ താഴെയായി മാറുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ആചാര്യൻ ഒരു ശ്ലോകം ചൊല്ലി: അസംയമം ക്ഷയകാരണം, ദുർബലത്വസ്യ മൂലകം, സംയമാത് രക്ഷതേ തേജഃ, അസംയമാത് വിനശ്യതി. ഇതിന്റെ ആശയം ഇതാണ്: അസംയമനം മനുഷ്യന്റെ ശക്തിയെ ഇല്ലാതാക്കാൻ കാരണമാകുന്നു. മനുഷ്യൻ തന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാതിരിക്കുമ്പോൾ അവന്റെ ശക്തി പതുക്കെ കുറയാൻ തുടങ്ങുന്നു. എന്നാൽ സംയമനം പാലിക്കുന്ന വ്യക്തി തന്റെ തേജസ്സിനെയും ബലത്തെയും സുരക്ഷിതമായി നിർത്തുന്നു. ഇതിനുശേഷം ആചാര്യ ചാണക്യൻ തന്റെ വാക്കുകൾ കുറച്ചുകൂടി ആഴത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ചന്ദ്രഗുപ്ത, ഈ ലോകത്ത് ഓരോ വസ്തുവിനും ഒരു പരിധിയുണ്ട്. ആ പരിധിയെ ബഹുമാനിക്കുന്ന ഒരാളുടെ ജീവിതം സന്തുലിതമായിരിക്കും. എന്നാൽ ആ പരിധി മറന്ന് ക്ഷണികമായ സുഖങ്ങൾക്ക് പിന്നാലെ അവൻ പായുമ്പോൾ അവന്റെ ജീവിതം പതുക്കെ ദുർബലമാകാൻ തുടങ്ങുന്നു. അസംയമനത്തിന്റെ ഏറ്റവും വലിയ ദോഷം അതാണ്. അത് മനുഷ്യന്റെ ശക്തിയെ പതിയെ പതിയെ ഇല്ലാതാക്കുന്നു. ചന്ദ്രഗുപ്തൻ ഗൗരവത്തോടെ ചോദിച്ചു, ഗുരുദേവ, അസംയമനത്തിന്റെ പ്രത്യാഘാതം ശരീരത്തിൽ മാത്രമേ ബാധിക്കുകയുള്ളൂ? ആചാര്യൻ മറുപടി നൽകി, ഇല്ല, ഇതിന്റെ പ്രത്യാഘാതം ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മനുഷ്യന് തന്റെ ജീവിതത്തിലെ അച്ചടക്കം നഷ്ടപ്പെടുമ്പോൾ ആദ്യം അവന്റെ മനസ്സ് അസ്ഥിരമാകാൻ തുടങ്ങുന്നു. അവന്റെ ശ്രദ്ധ വഴിതെറ്റുന്നു. അവന്റെ ഓർമ്മശക്തി കുറയാൻ തുടങ്ങുകയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് പതിയെ പതിയെ അവന്റെ ആത്മവിശ്വാസവും കുറയാൻ തുടങ്ങുന്നു. ഒരു സൈനികന്റെ വാളിൽ തുരുമ്പെടുത്താൽ യുദ്ധസമയത്ത് അതവനെ സഹായിക്കില്ല എന്ന് നീ കണ്ടിട്ടുണ്ടാകാം. അതുപോലെ തന്നെ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അസംയമനം വളരാൻ അനുവദിക്കുമ്പോൾ അവന്റെ ആന്തരിക ശക്തിയും പതുക്കെ ദുർബലമാകുന്നു. പുറമേ അവൻ ഒരു സാധാരണക്കാരനായി കാണപ്പെടാം, എന്നാൽ ഉള്ളിൽ അവന്റെ ആത്മബലം കുറഞ്ഞുപോകുന്നു. നോക്കൂ ചന്ദ്രഗുപ്ത, അസംയമനം മനുഷ്യന്റെ ശക്തിയെ പതിയെ പതിയെ ഇല്ലാതാക്കുന്നു. ഒരാൾ തന്റെ ഊർജ്ജം ചിന്തിക്കാതെ വെറുതെ പാഴാക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന ആ തേജസ് അവന്റെ ഉള്ളിൽ ഇല്ലാതാകുന്നു. അവന്റെ ശരീരം വേഗം ക്ഷീണിക്കാൻ തുടങ്ങുന്നു. അവന്റെ മനസ്സ് മടിയനാകുകയും അവന്റെ ഇച്ഛാശക്തി ദുർബലമാകുകയും ചെയ്യുന്നു. ഒരു കർഷകന്റെ പക്കൽ വെള്ളം നിറച്ച വലിയൊരു കുടമുണ്ടെന്ന് കരുതുക. അവൻ ആ വെള്ളം സൂക്ഷിച്ചുവെക്കുകയും കൃത്യസമയത്ത് തന്റെ പാടത്ത് ഉപയോഗിക്കുകയും ചെയ്താൽ ആ വെള്ളം അവന്റെ കൃഷിയെ പച്ചപ്പുള്ളതാക്കി മാറ്റും. എന്നാൽ അതേ കർഷകൻ ആ കുടത്തിൽ ഒരു ദ്വാരമുണ്ടാക്കി ചിന്തിക്കാതെ വെള്ളം ഒഴുകിപ്പോകാൻ അനുവദിച്ചാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവന്റെ കുടം കാലിയാകുകയും കൃഷി ഉണങ്ങിപ്പോകുകയും ചെയ്യും. മനുഷ്യന്റെ ഊർജ്ജവും ഇതുപോലെ തന്നെയാണ്. 5ാമത്തെയും അവസാനത്തെയും നിയമം ഇതാണ്: മനുഷ്യൻ തന്റെ ജീവോർജ്ജം സംരക്ഷിച്ചു വയ്ക്കുക മാത്രമല്ല, അത് ശരിയായ ദിശയിൽ ഉപയോഗിക്കാൻ കൂടി പഠിക്കണം. കാരണം ഊർജ്ജം ഒരു മഹത്തായ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുമ്പോഴാണ് അത് മനുഷ്യനെ മഹാനാക്കി മാറ്റുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആചാര്യൻ ഒരു ശ്ലോകം ചൊല്ലി: സംയമേന സഞ്ചിതാശക്തി സാധ്യകാര്യ നിവേശത, യസ്യ ലക്ഷ്യസ്ഥിരാ ബുദ്ധി തസ്യ സിദ്ധിർന സംശയഃ. ഈ ശ്ലോകത്തിന്റെ ആശയം ഇതാണ്: സംയമനത്തോടെ തന്റെ ശക്തി സംഭരിക്കുകയും അതിനെ ഒരു മഹത്തായ കാര്യത്തിനായി വിനിയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തി മാത്രമാണ് തന്റെ ലക്ഷ്യം നേടുന്നത്. ആരുടെ ബുദ്ധിയാണോ തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് അവന്റെ വിജയത്തിൽ യാതൊരു സംശയവുമില്ല. ആചാര്യ ചാണക്യൻ ചന്ദ്രഗുപ്തനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ചന്ദ്രഗുപ്ത, മനുഷ്യന്റെ ജീവോർജ്ജം എത്രത്തോളം പ്രധാനമാണെന്ന് ഇതുവരെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. അത് സംരക്ഷിച്ചു നിർത്തേണ്ടത് എന്തുകൊണ്ടാണെന്നും അസംയമനം മൂലം എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നതെന്നും പറഞ്ഞു. എന്നാൽ ശക്തി സംരക്ഷിച്ചു വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ശക്തി ശരിയായ ദിശയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതും പതിയെ പതിയെ പാഴായിപ്പോകും. അതുകൊണ്ട് തന്റെ ഊർജ്ജത്തെ ലക്ഷ്യങ്ങളിലേക്കും കർത്തവ്യങ്ങളിലേക്കും എങ്ങനെ മാറ്റാമെന്നുകൂടി മനുഷ്യൻ പഠിക്കണം. ചന്ദ്രഗുപ്തൻ ചോദിച്ചു, ഗുരുദേവ, ശക്തിയെ ശരിയായ ദിശയിൽ വിനിയോഗിക്കുക എന്നതിനർത്ഥമെന്താണ്? ആചാര്യൻ മറുപടി നൽകി,
ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യം മനുഷ്യൻ തിരഞ്ഞെടുക്കുക എന്നതാണ് അതിനർത്ഥം. മനുഷ്യന്റെ മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടാകുമ്പോൾ അവന്റെ ഊർജ്ജം മുഴുവൻ ആ ദിശയിലേക്ക് തിരിയുന്നു. അവന്റെ മനസ്സ് അലഞ്ഞുതിരിയുന്നില്ല. അവന്റെ ബുദ്ധി വ്യക്തമായിരിക്കുകയും അവന്റെ പരിശ്രമം തുടർച്ചയായി നിലനിൽക്കുകയും ചെയ്യുന്നു. സൂര്യകിരണങ്ങളെ നീ കണ്ടിട്ടില്ലേ? അവ സാധാരണയായി പടരുമ്പോൾ വെളിച്ചം മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ അതേ കിരണങ്ങളെ ഒരു കണ്ണാടിയിലൂടെ ഒരൊറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാൽ അവയ്ക്ക് തീയുണ്ടാക്കാൻ സാധിക്കും. മനുഷ്യന്റെ ഊർജ്ജവും ഇതുപോലെ തന്നെയാണ്. അത് ചിതറിക്കിടക്കുമ്പോൾ അതിന്റെ സ്വാധീനം കുറവാണ്. എന്നാൽ അതേ ഊർജ്ജം ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അതിന് അസാധാരണമായ ഫലങ്ങളുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യൻ തന്റെ ശക്തിയെ വെറുതെ പാഴാക്കാതെ അറിവ് നേടാനും ശരീരം ശക്തമാക്കാനും സ്വന്തം കടമകൾ നിറവേറ്റാനും സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാനും ഉപയോഗിക്കണം. ഊർജ്ജം ഇത്തരം കാര്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ ആ ഊർജ്ജം മനുഷ്യന്റെ ജീവിതത്തെ മഹത്തരമാക്കി മാറ്റുന്നു. ആചാര്യൻ സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, നീ മനസ്സിലാക്കിയത് ശരിയാണ്. ഈ ലോകത്ത് പലർക്കും ശക്തിയുണ്ട്, എന്നാൽ അവർക്കത് ശരിയായ ദിശയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. തൽഫലമായി അവരുടെ കഴിവ് പൂർണ്ണമാകാതെ പോകുന്നു. എന്നാൽ സ്വന്തം ഊർജ്ജത്തെ അറിവിലേക്കും കഠിനാധ്വാനത്തിലേക്കും കടമകളിലേക്കും തിരിക്കുന്നവനാണ് ചരിത്രത്തിൽ തന്റെ പേര് അവശേഷിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, മനുഷ്യന്റെ യഥാർത്ഥ ശക്തി ബാഹ്യമായ സാഹചര്യങ്ങളിൽ മാത്രമല്ല, മറിച്ച് അവന്റെ ഉള്ളിലെ ഊർജ്ജത്തിലും അവന്റെ സംയമനത്തിലും അവന്റെ ലക്ഷ്യത്തിലുമാണ് മറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ആചാര്യ ചാണക്യന്റെ പാഠങ്ങളുടെ സാരം ഇതായിരുന്നു.